നമുക്ക് മുൻപിൽ കരമന സുധീർ തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി പൊതു സ്വതന്ത്രൻ അദ്ദേഹം AKG സെന്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ജയരാഘവൻ, റഹീം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കളൊക്കെ ഉണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സീറ്റാണ്. ആന്റണി രാജുവിന് പകരമാണ് ഇപ്പോൾ കരമന സുധീർ എത്തുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അധ്യാപകനാണ്, നടനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇപ്പോഴിതാ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ഒരേ സമയം തന്നെ നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാം. ഇപ്പോൾ സുധാകരൻ അമ്പലപ്പുഴയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. UDF സ്വതന്ത്രൻ എന്നുള്ളത് മാറ്റി ജനകീയ സ്വതന്ത്രൻ എന്ന് അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനകീയ സ്വതന്ത്രനായിട്ടാണ് ഇത്തവണ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ മത്സരിക്കുന്നത്. രമേശ് പിഷാരടി നേരെ അപ്പുറത്ത് പാലക്കാട് ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന പാലക്കാട് രമേശ് പിഷാരടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നു. VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ MLA എന്നിവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ട്. BJP CPM ഡീലാണ് പാലക്കാട് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. NMR ഹോട്ടൽ ഉടമ NMR റസാഖാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥി. ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുന്നത്. സുധാകരൻ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ അമ്പലപ്പുഴയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരികയാണ്. അവിടെ CPMൽ നിന്നും CPMന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ആളാണ്. VS കഴിഞ്ഞാൽ സുധാകരൻ എന്നുള്ളതായിരുന്നു ആലപ്പുഴയിലെ CPMന്റെ CPM എന്ന പ്രസ്ഥാനത്തിന്റെ മുഖമെന്ന് തന്നെ പറയുന്നത്. ആ മുഖമാണ് ഇപ്പോൾ ജനകീയ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കത്തിൽ ആയിരിക്കണം. നേമത്താണ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നത്.